നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ ഒരു വർഷം ജോലി പൂർത്തിയാക്കുന്നവർക്ക് ഇനി വിരമിക്കൽ ആനുകൂല്യവും ലഭിക്കും. സ്വകാര്യ മേഖലയിലും ഫ്രീ സോണുകളിലും ജോലി ചെയ്യുന്നവർക്ക് വിരമിക്കൽ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള പുതിയ പദ്ധതി യുഎഇ മന്ത്രിസഭ പ്രഖ്യാപിച്ചു. താൽപര്യമുള്ള തൊഴിലുടമകൾക്ക് അവരുടെ തൊഴിലാളികളെ പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരാനാകും. എന്നാൽ ചേരണമെന്ന നിർബന്ധമില്ല. നിലവിലെ ഫണ്ട് സംരക്ഷിച്ചുകൊണ്ട് തന്നെ കൂടുതൽ സാമ്പത്തിക നേട്ടത്തിന് അവസരം നൽകുന്ന നിക്ഷേപമായി വിരമിക്കൽ ഫണ്ടിനെ ഉപയോഗപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. സർക്കാർ ജീവനക്കാർക്കും പദ്ധതിയിൽ ചേരാമെന്ന് യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിച്ചു. ഇതിനായി യുഎഇ മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പുതിയ സ്കീം ആവിഷ്കരിക്കും. ജീവനക്കാരുടെ എൻഡ് ഓഫ് സർവീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഒന്നിലധികം ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്ന ഫണ്ടിൽ നിക്ഷേപിക്കും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് പുതിയ സ്കീം സംബന്ധിച്ച് തീരുമാനമെടുത്തത്. തൊഴിലാളിയുടെ സമ്പാദ്യം സംരക്ഷിക്കുകയും അവർ സുരക്ഷിതമായി നിക്ഷേപിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്ന് ഷെയ്ഖ് മുഹമ്മദ് വിശദീകരിച്ചു. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കാനും അവരുടെ കുടുംബങ്ങൾക്ക് സ്ഥിരത നൽകാനും സ്കീം ഉപകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർച്ചയായി ഒരു വർഷം ജോലി ചെയ്യുന്നവർക്ക് എൻഡ് ഓഫ് സർവീസ് ആനുകൂല്യത്തിന് അർഹതയുണ്ട്. നിലവിൽ യുഎഇയിലെ ജീവനക്കാർക്ക് വിരമിക്കുമ്പോൾ ഗ്രാറ്റുവിറ്റി ലഭിച്ചു വരുന്നു. തൊഴിലാളികളുടെ തസ്തിക പരിഗണിക്കാതെ തന്നെ തൊഴിലുടമകൾക്ക് എല്ലാവരെയും പുതിയ സംവിധാനത്തിൽ ചേർക്കാനും പ്രതിമാസം വിഹിതം നൽകാനും കഴിയും. 3 തരത്തിലുള്ള നിക്ഷേപ ഓപ്ഷനുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കാം. ശരിയത്ത് നിയമത്തിന് അനുസൃതമായ നിക്ഷേപമാണ് ഇതിലൊന്ന്. റിസ്ക് ഇല്ലാത്ത മൂലധന ഗ്യാരണ്ടി വാഗ്ദാനം ചെയ്യുന്ന ഓപ്ഷനാണ് മറ്റൊന്ന്. താഴ്ന്ന, ഇടത്തരം, ഉയർന്ന എന്നിങ്ങനെ റിസ്ക് സാധ്യതകൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന നിക്ഷേപ അവസരമാണ് മൂന്നാമത്തേത്. പരമ്പരാഗത സംവിധാനത്തെക്കാൾ കുറഞ്ഞ ചിലവ് മാത്രമേ ഉള്ളൂ എന്നതാണ് പുതിയ സ്കീമിന്റെ മറ്റൊരു പ്രത്യേകത. തൊഴിലുടമയ്ക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ സ്കീമിൽ ചേരുന്നത് ലാഭകരമായിരിക്കും. തൊഴിലുടമയുമായുള്ള തൊഴിൽ ബന്ധം അവസാനിക്കുമ്പോൾ ജീവനക്കാർക്ക് സേവനാനന്തര ആനുകൂല്യങ്ങളും റിട്ടേണുകളും നൽകുകയും ചെയ്യും. കൂടുതൽ ആകർഷകമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനാൽ ബദൽ എൻഡ് ഓഫ് സർവീസ് സ്കീമിൽ ചേരാൻ തൊഴിലുടമകൾ താൽപര്യം കാണിക്കുമെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ. കൂടാതെ തൊഴിലാളികളെ സ്ഥാപനത്തിൽ കൂടുതൽ കാലം ജോലി ചെയ്യുന്നതിന് സ്കീം പ്രോത്സാഹനമാവുകയും ചെയ്യും. യുഎഇയിലെ ജോലിക്കാർക്ക് വിരമിക്കൽ ഫണ്ടായി ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ ഭാവി ജീവിതത്തിൽ ഗുണം ചെയ്യുമെന്നും നേരത്തെ തൊഴിൽ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.